കൊച്ചി രാജ്യത്ത് ഒരിക്കൽ ഒരു ഇളയതിന് പേഷ്കരായിരുന്നു. ഇത് അത്ര പഴയ കാലത്തല്ല. അദ്ദേഹത്തിൻ്റെ പരിചയക്കാരിൽ ചിലർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇല്ലം തൃശ്ശിവപേരൂർ സമീപമാണ്. അദ്ദേഹം ഉദ്യോഗം ഭരിച്ചുകൊണ്ട് എറണാകുളത്ത് താമസിച്ചിരുന്നപ്പോൾ ഇല്ലത്ത് ചാത്തന്മാരുടെ ഉപദ്രവം തുടങ്ങി. ഉടനെ അതറിഞ്ഞ അദ്ദേഹം ഇല്ലത്ത് ചെന്ന് അപ്പോൾ അവിടെ പലവിധത്തിലും ഉപദ്രവങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു. പേഷ്കർ ഇല്ലത്തിൻ്റെ കോലയിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചാത്തന്മാർ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാത്തന്മാരെന്ന് ഒരു വകക്കാരുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ ചില മൂർത്തികളുണ്ടെങ്കിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുവാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും ദൃഷ്ടാന്തം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആ ഇല്ലത്തിന് മേഞ്ഞിരുന്ന ഓട് ഓരോന്നോരോന്നായി താഴെ വീണു തുടങ്ങി. ചിലത് പേഷ്കരുടെ അടുക്കലും ചെന്നു വീണു. പേഷ്കർ ആ ഓടുകൾ എടുത്തു നോക്കിയപ്പോൾ അതിലെല്ലാം ചാത്തൻ ചാത്തൻ എന്നെഴുതിയിരിക്കുന്നതായി കാണുകയും ചെയ്തു. അപ്പോൾ പേഷ്കർക്ക് ചാത്തന്മാരെക്കുറിച്ച് വളരെ ഭയവും വിശ്വാസവും തോന്നിത്തുടങ്ങി. ഉടനെ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കിക്കുകയും ഇതെല്ലാം ഒരു വിരോധിയുടെ പ്രാർത്ഥന നിമിത്തം അവണക്കാട്ട് ചാത്തന്മാർ ചെയ്യുന്നതാണ്. ഇതിന് അവിടെ ചെന്നു കൽപ്പന കേട്ടു കൽപ്പന പ്രകാരമുള്ള പ്രതിവിധികൾ ചെയ്താൽ ശമനമുണ്ടാകും എന്നു പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു. അതിനാൽ പേഷ്കർ അവണങ്ങാട്ട് പോയി കൽപ്പന കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാട് തുള്ളി വരികയും പ്രശ്നക്കാരൻ പറഞ്ഞതുപോലെ തന്നെ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പേഷ്കർ ഈ പ്രാർത്ഥനക്കാരൻ ആരാണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനു മറുപടിയായി വെളിച്ചപ്പാട്, അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ലല്ലോ, അതിനാൽ അത് പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ നീങ്ങിയാൽ മതിയല്ലോ. അതിന് ആ ശത്രു നിശ്ചയിച്ചിരിക്കുന്ന സംഖ്യ ഇവിടെ കൊടുത്താൽ മതി എന്ന് കൽപ്പിച്ചു. പേഷ്കർ പിന്നെ തർക്കമൊന്നും പറഞ്ഞില്ല. വെളിച്ചപ്പാട് കൽപ്പിച്ച സംഖ്യയും വഴിപാടായി വേറെ കുറച്ച് പണവും അവിടെ കൊടുത്തിട്ട് മടങ്ങിപ്പോരുകയും ഇല്ലത്ത് ഉപദ്രവങ്ങളെല്ലാം ശമിക്കുകയും ചെയ്തു. ഇനി ഈ അടുത്ത കാലത്തുണ്ടായ മറ്റൊരു സംഗതി പറയാം. തൃശ്ശിവപേരൂരിന് 6 നാഴിക വടക്ക് മുളക്കുന്നത്ത് കാവ് എന്ന സ്ഥലത്ത് താമസക്കാരനും ഒരു വാദ്യരുമായ ഒരു പരദേശ ബ്രാഹ്മണൻ തൻ്റെ ഒരു മകളെ പാലക്കാട്ടുകാരനായ ഒരു ബ്രാഹ്മണന് വേളി കഴിച്ചു കൊടുത്തു. വലിയ ധനവാനായിരുന്ന പാലക്കാട്ടുകാരൻ ബ്രാഹ്മണൻ വിവാഹം കഴിച്ചിട്ട് അധികം താമസിയാതെ ചരമഗതിയെ പ്രാപിച്ചു. അതിനാൽ മുളക്കുന്നത്ത് കാവുകാരൻ പുത്രിയുടെ അടുക്കൽ ചെന്ന് ആ വിധവയെ വേണ്ടതുപോലെ രക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവർക്കുണ്ടായിരുന്ന സർവസ്വവും എഴുതി വാങ്ങി കൈവശപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ വാദ്യർ വിധവയ്ക്കൊന്നും കൊടുക്കാതെ ആയതിനാൽ അവർക്ക് ഉണ്ണാനും ഉടുക്കാനും എന്ന് വേണ്ട സകലതിനും വലിയ ബുദ്ധിമുട്ടായി തീർന്നു. അവർക്ക് പണവും ശേഷിയും സഹായിക്കാൻ ആളുമില്ലാത്തതിനാൽ വ്യവഹാരത്തിന് പോകാനും നിവൃത്തിയില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവണക്കാട്ട് ചാത്തന്മാരെ പ്രവർത്തിച്ചാൽ നിവൃത്തി മാർഗമുണ്ടാക്കി കൊടുക്കുമെന്ന് അവർ ചെറുപ്പത്തിൽ തന്നെ കേട്ടു ധരിച്ചിരുന്നതിനാൽ ഒടുക്കം അങ്ങനെ ചെയ്തു. തൻ്റെ കഷ്ടപ്പാടിന് പരിഹാരമുണ്ടാക്കി കൊടുത്താൽ ഒരു സംഖ്യ അവണക്കാട്ട് കൊടുത്തേക്കാമെന്നായിരുന്നു വിധവയുടെ പ്രാർത്ഥന. പ്രാർത്ഥിച്ച ദിവസം തന്നെ വാദ്യരുടെ മഠത്തിൽ ഉപദ്രവങ്ങൾ തുടങ്ങി. ക്രമേണ ഉപദ്രവങ്ങൾ ദുസ്സഹങ്ങളായി തീരുകയാൽ വാദ്യർ ഏറ്റവും കുഴങ്ങി വേലിയുടെ പച്ചയായുള്ള പത്തലിനും മറ്റും തീ പിടിച്ചു കത്തുന്നത് കണ്ട് അദ്ദേഹം ഏറ്റവും വിസ്മയിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. ഉപദ്രവങ്ങൾ സഹിക്ക വയ്യാതെയായപ്പോൾ അദ്ദേഹം ഒരാളെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി. ഒരു വിധവയുടെ പ്രാർത്ഥന നിമിത്തം അവണക്കാട്ടു ചാത്തന്മാരാണ് ഈ ഉപദ്രവങ്ങൾ ചെയ്യുന്നതെന്ന് വിധിക്കുകയാൽ വാദ്യർ അവണക്കാട്ടു ചെന്നു മുട്ടുപാടിയിരുന്നു. അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി വന്നു വിധവ നിശ്ചയിച്ചിട്ടുള്ള സംഖ്യ അവിടെ കൊടുക്കുകയും വിശേഷിച്ചു ഒരു വെള്ളാട്ടു കർമ്മം കൂടി നടത്തുകയും വിധവയെ വേണ്ടതുപോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ ഉപദ്രവങ്ങളെല്ലാം നീങ്ങിപ്പോകുമെന്ന് കൽപ്പിക്കുകയും വാദ്യർ അപ്രകാരമെല്ലാം ചെയ്യുകയും ഉപദ്രവങ്ങൾ ശമിക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരാൾക്ക് ചില ആഭരണങ്ങൾ എങ്ങനെയോ കാണാതായി. ആ പണ്ഡങ്ങൾ കണ്ടു കിട്ടിയാൽ ഇന്ന സംഖ്യ അവണങ്ങാട്ടു ചാത്തന്മാർക്ക് കൊടുത്തേക്കാമെന്ന് അയാൾ പ്രാർത്ഥിച്ചു.
അജിരണ ആഭരണങ്ങളെല്ലാം കണ്ടുകിട്ടി. എങ്കിലും അയാൾ പ്രാർത്ഥന പ്രകാരം ചെയ്തില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഗൃഹത്തിൽ ചാത്തന്മാരുടെ ഉപദ്രവം കുറേശ്ശെ തുടങ്ങി. അത് അയാൾ അത്ര വകവെച്ചില്ല. ക്രമേണ ഉപദ്രവങ്ങൾ കലശലായി. പാർക്കുന്ന പുരയ്ക്കും ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾക്കും തീ പിടിക്കുക, ഭക്ഷണ സാധനങ്ങളിൽ മറ്റും അട്ട, ഗൗളി, പുഴു മുതലായവ ചത്തുകിടക്കുന്നതായിട്ടും കിണറ്റിൽ ഉമി കലക്കിയിരിക്കുന്നതായിട്ടും കാണുക മുതലായ ഉപദ്രവങ്ങൾ കൊണ്ട് ഉണ്ണാനും ഉറങ്ങാനും വെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതായി തീർന്നതിനാൽ അയാൾ ആദ്യം നിശ്ചയിച്ച സംഖ്യയും കൊണ്ട് അവണങ്ങാട്ടു ചെന്നു. അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി. ആദ്യമായിരുന്നുവെങ്കിൽ ഈ സംഖ്യ മതിയായിരുന്നു. ഇനി ഇതുകൊണ്ട് മതിയാവുകയില്ല. ഉപദ്രവങ്ങൾ ശമിക്കണമെങ്കിൽ ആദ്യം നിശ്ചയിച്ച സംഖ്യ ഇവിടെ കൊടുക്കുകയും പ്രായശ്ചിത്തമായി ഒരു വെള്ളാട്ടുകർമ്മം കൂടി നടത്തുകയും വേണം എന്ന് കൽപ്പിച്ചു. വെള്ളാട്ടുകർമ്മം നടത്തുന്ന കാര്യം പ്രയാസമാണെന്ന് പറഞ്ഞ് അയാൾ മടങ്ങിപ്പോന്നു. ഉപദ്രവങ്ങൾ വീണ്ടും വർദ്ധിച്ചു. പതിവായി ഗൃഹത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പാത്രങ്ങളും മറ്റും കാണാതായി തുടങ്ങി. അയാളുടെ താക്കോലുകൾ കൂട്ടത്തോടെ കാണാതായി. അപ്പോൾ ആഹാര സാധനങ്ങൾ വെച്ചുണ്ടാക്കാനും അറയും പെട്ടികളും മറ്റും തുറക്കാനും നിവൃത്തിയില്ലാതെയായി തീർന്നു. അയാൾ താക്കോലുകൾ വേറെ ഉണ്ടാക്കിച്ചു. അവയും കാണാതെയായി. ഇങ്ങനെ വിഷമിക്കുകയാൽ അയാൾ പിന്നെയും അവണങ്ങാട്ടു ചെന്ന് ആദ്യം നിശ്ചയിച്ച സംഖ്യ കൊടുക്കുകയും വെള്ളാട്ടുകർമ്മം നടത്തുകയും ചെയ്യാമെന്ന് സമ്മതിച്ചു പറഞ്ഞു. അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായിരുന്നുവെങ്കിൽ ഇത്രയും മതിയായിരുന്നു. ഇനി ഇതുകൊണ്ട് മതിയാവുകയില്ല. ഉപദ്രവം മാറണമെങ്കിൽ ആദ്യം നിശ്ചയിച്ച സംഖ്യയിൽ ഇരട്ടി ഇവിടെ കൊടുക്കുകയും 2 വെള്ളാട്ടുകർമ്മം നടത്തുകയും വേണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഈ ചെന്നയാൾ സംഖ്യ ഇരട്ടി ഇവിടെ കൊടുക്കുകയും 2 വെള്ളാട്ടുകർമ്മം നടത്തുകയും ചെയ്താൽ ഉപദ്രവങ്ങൾ മാറുമെന്നുള്ളതിന് ലക്ഷ്യമെന്താണ്? ഇത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ദൃഷ്ടാന്തം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഉടനെ വെളിച്ചപ്പാട്, ആട്ടെ, അതിന് വിരോധമില്ല. നിങ്ങൾ ഇപ്പോൾ പോയിക്കൊള്ളണം. ഇന്നു മുതൽ 10 ദിവസത്തേക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ വലിയ ഉപദ്രവമൊന്നും ഉണ്ടാവുകയില്ല. അത്യാവശ്യപ്പെടുന്ന സാധനങ്ങൾ മാത്രം കാണുകയും ചെയ്യും എന്നു കൽപ്പിച്ചു. ഈ കൽപ്പന കേട്ട ഉടനെ അയാൾ മടങ്ങി സ്വഗൃഹത്തിലെത്തി. അന്നു മുതൽ അവിടെ ദുസ്സഹമായ വലിയ ഉപദ്രവമൊന്നും ഉണ്ടായില്ല. ഒരു പെട്ടി തുറക്കേണ്ടതായി വന്നാൽ അപ്പോൾ അതിൻ്റെ താക്കോൽ മാത്രം കാണും. വേറെ ഒരു താക്കോലിന് ആവശ്യപ്പെട്ടാൽ അപ്പോൾ അത് കാണും. മുൻപ് കണ്ടത് അപ്പോൾ കാണാതെയാകും. ഇങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചാത്തന്മാർ അസാമാന്യക്കാരല്ലെന്നും അവരെ ജയിക്കുന്ന കാര്യം അസാധ്യമാണെന്നും ഈ മനുഷ്യന് നല്ലപോലെ ബോധ്യമായി. ഒടുക്കം അയാൾ ഇരട്ടി സംഖ്യ അവിടെ കൊണ്ടുചെന്ന് കൊടുക്കുകയും 2 വെള്ളാട്ടുകർമ്മം നടത്തുകയും അതോടുകൂടി ഉപദ്രവങ്ങളെല്ലാം നീങ്ങുകയും ചെയ്തു. ഒരു വീട്ടിൽ ഒരാൾ ചാത്തൻ ബാധിക്കുകയാൽ മരിച്ചു. ആ പ്രേതത്തിൻ്റെ ഉപദ്രവം ആ വീട്ടിൽ കലശലായി തീർന്നു. പ്രശ്നം വെപ്പിച്ചു നോക്കിച്ചപ്പോൾ അവണങ്ങാട്ടു ചെന്നു പ്രേതത്തെ വിട്ടു തരുന്നതിനു ചാത്തനോട് അപേക്ഷിച്ചാൽ വിട്ടു തരുമെന്നും പ്രേതത്തെ അവിടെ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടുവന്നു തിലഹോമാദി സൽക്കർമ്മങ്ങൾ കൊണ്ട് ഗതി വരുത്തിയാൽ ഉപദ്രവം ശമിക്കുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. അതിനാൽ ആ വീട്ടിലെ അപ്പോഴത്തെ കാരണവരും ബാധയേറ്റു മരിച്ച മനുഷ്യൻ്റെ അനന്തരവനുമായ ആൾ അവണങ്ങാട്ടു ചെന്നു പ്രേതത്തെ വിട്ടുകൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും അതിലേക്ക് ഒരു സംഖ്യ താമസിയാതെ അവിടെ കൊടുത്തു കൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ആ സമയം വെളിച്ചപ്പാട് തുള്ളി. പ്രേതത്തെ വിട്ടു തരുന്നതിന് വിരോധമില്ല, എന്നാൽ അധികം താമസിക്കാൻ പാടില്ല. 7 ദിവസത്തിനകം സംഖ്യ ഇവിടെ കൊണ്ടുവന്നു കൊടുത്തു പ്രേതത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടുപോയിക്കൊള്ളണം എന്നു കൽപ്പിച്ചു. അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് സമ്മതിച്ച് ആ ചെന്നയാൾ മടങ്ങിപ്പോവുകയും ചെയ്തു. എങ്കിലും അവധി കഴിഞ്ഞിട്ടും അയാൾ അപ്രകാരം ചെയ്തില്ല. പിന്നെയും ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം അയാൾ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് ആരോ ചെന്ന് പ്രേതത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടുപോയിക്കൊള്ളണം എന്ന് പറയുന്നത് കേട്ട് അയാൾ ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. ഇങ്ങനെ 3 ദിവസമായി. എന്നിട്ടും അയാൾ പോയി പറഞ്ഞിരുന്ന സംഖ്യ കൊടുക്കുകയോ പ്രേതത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടുപോരുകയോ ചെയ്തില്ല. 4-ാം ദിവസം രാത്രിയിൽ അയാൾ കിടന്നുറങ്ങിയപ്പോൾ ആരോ ഒരാൾ അവിടെ ചെന്ന് അയാളുടെ കാലിന്മേൽ പിടിച്ചു വലിച്ചു മുറ്റത്തിട്ടു. അപ്പോൾ അയാൾ ഉണർന്നുവെങ്കിലും അയാൾക്ക് മിണ്ടാൻ വയ്യായിരുന്നു. പിന്നെയും അയാളുടെ കാലിന്മേൽ പിടിച്ചു വലിച്ച് ഇഴച്ച് ഒരു വേലിയുടെ പത്തലുകൾക്കിടയിൽ
കൂടി പുറത്തു കൊണ്ടുപോയിട്ട് കിഴക്കോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഏറ്റവും വലിയതായ ഒരു അഗ്നിജ്വാല കാണുകയും അയാൾ ബോധരഹിതനായി തീരുകയും ചെയ്തു. അപ്പോൾ അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ ആൾ അവിടെ നിന്ന് പോയി കളഞ്ഞു. ഉടനെ മറ്റയാൾക്ക് ബോധം വീണു. നേരം വെളുത്തപ്പോൾ അയാൾ സമ്മതിച്ചിരുന്ന സംഖ്യയും കൊണ്ട് അവണങ്ങാട്ടെത്തുകയും സംഖ്യ അവിടെ കൊടുക്കുകയും പ്രേതത്തെ ചാത്തന്മാരുടെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങുകയും തലേ ദിവസം രാത്രിയിൽ ഉണ്ടായ സംഗതികൾ അവിടെ പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു. നിലത്തിട്ട് വലിച്ചതിനാൽ അയാളുടെ ദേഹത്തിൽ വളരെയധികം പരിക്കുകൾ പറ്റിയിരുന്നു. അവ അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ടു വിസ്മയിക്കുകയും പ്രേതത്തെ ഏറ്റുവാങ്ങിയ ആൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ ഗുരുവായൂർ ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് ഉന്മാദവും അതോടുകൂടി ഗുഹ്യരോഗവും പിടിപെട്ടു. അനേകം വൈദ്യന്മാരെ വരുത്തി ചില ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഭേദവും കാണായികയിൽ പല പ്രശ്നക്കാരെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കിച്ചു. അപ്പോൾ അവർ ഇതു കേവലം രോഗമല്ല, ബാധോപദ്രവം കൂടിയുണ്ട്. ബാധകളെ ഒഴിക്കാതെ ചികിത്സ ചെയ്താൽ ഒരു ഫലവും ഉണ്ടാവുകയില്ല. ആദ്യം ബാധകളെ ഒഴിക്കുകയാണ് വേണ്ടത്, പിന്നെ ചികിത്സയും ചെയ്യണം എന്ന് വിധിച്ചു. അതിനാൽ ചില മന്ത്രവാദികളെ വരുത്തി പലതും ചെയ്യിച്ചു. അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. പിന്നെ അതിപ്രസിദ്ധനായ ഒരു വലിയ മാന്ത്രികനെ വരുത്തി ചിലതൊക്കെ കൂടി ചെയ്യിച്ചു. അയാൾ പുരയ്ക്കകത്ത് പൂജ കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ വീടിൻ്റെ വടക്കു ഭാഗത്തു 3-4 ആളുകൾ കൂടി നിന്ന് ചിരിക്കുന്നത് കേട്ടു. അതാരാന്നറിയുവാനായി ഉടനെ ചിലർ ഓടിച്ചെന്ന് നോക്കിയിട്ട് അവിടെ ആരെയും കണ്ടില്ല. പിന്നെ മാന്ത്രികൻ പൂജയെല്ലാം കഴിഞ്ഞ് ബലിയൊഴിയുന്നതിനായി അതിനു വേണ്ടതെല്ലാം എടുത്തും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് 10-12 പേർ കൂടി നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്നത് കേട്ടു. അപ്പോഴും ചെന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ബലിയൊഴിച്ചിൽ കഴിഞ്ഞ് എല്ലാവരും അകത്ത് ചെന്നപ്പോൾ അവിടെ വിളക്കുകളെല്ലാം കെട്ട് അന്ധകാരം നിറഞ്ഞിരുന്നു. വീണ്ടും വിളക്കുകൾ കത്തിക്കാൻ നോക്കിയപ്പോൾ വിളക്കൊന്നും അവിടെ കാണാനില്ലായിരുന്നു. അപ്പോൾ വീടിൻ്റെ തെക്ക് വശത്ത് ഒരു ശബ്ദം കേൾക്കുകയിൽ അവിടെ ചെന്ന് നോക്കി. അപ്പോൾ വിളക്കുകളെല്ലാം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇത്രയുമായപ്പോഴേക്കും മന്ത്രവാദിയും ഭയവിഹലനായി തീർന്നു. അയാൾ ആ രാത്രി ഒരു വിധത്തിൽ അവിടെ കഴിച്ചു കൂട്ടി. നേരം പ്രഭാതമായപ്പോൾ അയാൾ ദക്ഷിണ വാങ്ങാതെയും യാത്ര പറയാതെയും പ്രാണഭീതിയോടുകൂടി അവിടെ നിന്ന് പോയി. അയാളുടെ മന്ത്രവാദം കൊണ്ട് രോഹിണിക്ക് ഒരു ഭേദവും ഉണ്ടായില്ല. പിന്നെ ആ ദേശത്തുള്ള പല യോഗ്യന്മാർ ആ വീട്ടിൽ കൂടി. ഇനി നമുക്ക് ഇങ്ങനെയൊന്നും ആയാൽ പോരാ. ഇപ്പോൾ പലരെ കൊണ്ട് മന്ത്രവാദങ്ങളും ചികിത്സകളും ചെയ്യിച്ചു. വളരെ പണവും ചെലവായി, ഒരു ഫലവും ഉണ്ടായതുമില്ല. ഇനി നമുക്ക് ഒരു നല്ല പ്രശ്നക്കാരനെ കൊണ്ട് രാശി വെപ്പിച്ച് നോക്കിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. നമുക്ക് പ്രസിദ്ധന്മാരായി 4-5 പ്രശ്നക്കാരുടെ പേര് എഴുതി നറുക്കിട്ടെടുക്കാം. അതിൽ ആരുടെ പേര് വരുന്നുവോ ആ ആളിനെ കൊണ്ട് പ്രശ്നം വെപ്പിക്കണം. ആലോചിച്ചു നിശ്ചയിച്ചു നറുക്കിട്ടു നോക്കി. അപ്പോൾ പാഴൂർ കണിയാരുടെ പേരാണ് വന്നത്. അതിനാൽ ആ വീട്ടിലുള്ള ചില പുരുഷന്മാർ പാഴൂർ പടിപ്പുരയിൽ ചെന്നു രാശി വെപ്പിച്ചു നോക്കി. അപ്പോഴാണ് സംഗതി വെളിപ്പെട്ടത്. സമീപസ്ഥനായ ഒരു പുരുഷൻ ചില രഹസ്യ കാരണങ്ങളാൽ ആ സ്ത്രീയോട് മുഷിഞ്ഞ് അവരെ ഉപദ്രവിക്കാനായി അവണങ്ങാട്ടു ചാത്തന്മാർക്ക് ഒരു സംഖ്യ വഴിപാട് നിശ്ചയിച്ചു പ്രാർത്ഥിക്കുകയാൽ ആ ചാത്തന്മാരുടെ വിരോധ നിമിത്തമാണ് ഈ രോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നും അതിന് അവണങ്ങാട്ടു ചെന്നു കൽപ്പന കേട്ട് കൽപ്പന പ്രകാരം ചെയ്ത രോഗങ്ങൾ ശമിക്കുമെന്നും കണിയാർ വിധിച്ചു. പിന്നെ ആ വീട്ടുകാർ അവണങ്ങാട്ടു പോയി കൽപ്പന കേൾക്കാനായി കാത്തുനിന്നു. അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി, നിങ്ങളുടെ ശത്രു നിശ്ചയിച്ചിരിക്കുന്ന സംഖ്യ ഇന്നതാണ്. അതിവിടെ കൊടുത്ത സ്ത്രീക്ക് രോഗങ്ങളെല്ലാം മാറി സുഖമാകും എന്ന് കൽപ്പിച്ചു. അവർ കൽപ്പന പ്രകാരമുള്ള സംഖ്യ അവിടെ കൊടുക്കുകയും സ്ത്രീ അചിരേണ സ്വസ്ഥയായി തീരുകയും ചെയ്തു. ഇങ്ങനെ അവണക്കാട്ടു ചാത്തന്മാരെക്കുറിച്ച് ഇനിയും പല സംഗതികൾ പറയാനുണ്ട്. ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ ആ ചാത്തന്മാർ ഒട്ടും നിസ്സാരമാരല്ലെന്നും വലിയ വിഷമക്കാരാണെന്നും സ്പഷ്ടമാകുന്നുണ്ടല്ലോ.